നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം സ്ക്ലിയറോഡെർമ എന്നൊരു ഓട്ടോഇമ്മ്യൂൺ രോഗത്തെ പറ്റിയാണ്. സിസ്റ്റമിക് സ്ക്ലിയറോസ് എന്നും ഈ രോഗത്തിന് ഒരു പേരുണ്ട്. അപ്പോൾ സ്ക്ലിയറോഡെർമ ത്വക്കിനെ ബാധിക്കുന്ന ത്വക്കിൻ്റെ കട്ടി കൂടി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു രോഗത്തിന് കാരണമായി പറയുന്നത് കൊളാജൻ്റെ ഓവർ പ്രൊഡക്ഷനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ മൂലം കൊളാജൻ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് ത്വക്കിൻ്റെ കട്ടി കൂടുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. പലപ്പോഴും രോഗിക്ക് മുഖത്തൊക്കെ ത്വക്കിൻ്റെ കട്ടി കൂടുമ്പോഴത്തേക്ക് ഒരു മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻസ് ഒക്കെയാണ് രോഗിക്ക് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ കൈവിരലുകളിൽ വെളുത്ത് വരികയും പിന്നീട് നീലിച്ച് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. റൈനോസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങളും ഇത്തരം രോഗികളിൽ കണ്ടുവരുന്നുണ്ട്. അതേപോലെ കൈവിരലുകളുടെ മൂവ്മെൻറ്റ്സും ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞു സിസ്റ്റമിക് സ്ക്ലിയറോസ് എന്നൊരു പേര് കൂടി ഈ രോഗത്തിന് ഉണ്ട്. അപ്പോൾ ആന്തരിക അവയവങ്ങളായ ഹൃദയം, ലങ്സ്, കിഡ്നിയൊക്കെ ബാധിക്കാം. അന്നനാളത്തേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ ഇത്തരം രോഗികൾ നിരന്തരമായി അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടാവാം, ശ്വാസം മുട്ടലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ രോഗത്തിലൊരു സ്റ്റേജ് ഉണ്ട്, ലോക്കലൈസ്ഡ് ആയിട്ടുമുണ്ട്, ഡിഫ്യൂസ്ഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഇത്തരം രോഗാവസ്ഥകളിൽ ആയുർവേദം ചെയ്തു വരുന്ന ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോഇമ്മ്യൂൺ പാറ്റേണിലുള്ള ഡിസീസുകളിലെല്ലാം ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സകളാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ആദ്യ സ്റ്റേജുകളിലൊക്കെ ആണെങ്കിൽ രോഗിക്ക് ശോധന ചികിത്സകൾ ചെയ്ത് ഈ പറഞ്ഞ വിരേചനം പോലുള്ള ചികിത്സകളും അതേപോലെ തന്നെ വസ്തി ചികിത്സകളും ഒക്കെ പ്രധാനമായിട്ടും ഇത്തരം രോഗാവസ്ഥയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് രക്താമൃതവാദം എന്നൊരു കൺസെപ്റ്റിലാണ് ഈ രോഗത്തെ ചികിത്സിക്കുന്നത്. അപ്പോൾ സൈദ്ധാന്തികമായ ആയുർവേദത്തിൽ ആധികാരികമായ ചികിത്സകളൊക്കെ രക്താമൃതവാദത്തിന് ചികിത്സാ രീതികളുണ്ട്. അത്തരം ചികിത്സാ രീതികളൊക്കെയാണ് പ്രയോഗിച്ചു വരുന്നത്. അതേപോലെ ഇത്തരം രോഗികളുടെ ഭക്ഷണക്രമങ്ങളിൽ പ്രത്യേകിച്ച് അധികം വരണ്ട ശരീരത്തിന് വരൾച്ച ഉണ്ടാക്കുന്ന ആഹാര രീതികളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അതേപോലെ അമിതമായ പുകവലി ശീലമുള്ളവർ അത് ഉപേക്ഷിക്കേണ്ടി വരും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കൈവിരലിലൊക്കെ രക്തോട്ടം കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ്, അപ്പോൾ തണുപ്പ്, അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ആയുർവേദത്തിൽ സിംറ്റമാറ്റിക്കായിട്ട് ചിലപ്പോൾ നേരത്തെ പറഞ്ഞില്ല കട്ടി കൂടി പോകുന്നൊക്കെ പ്രശ്നങ്ങൾക്ക് അഭ്യംഗം പോലുള്ള ചികിത്സാ രീതികളൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഒരു സിംറ്റമാറ്റിക് പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സാ രീതികളും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ കൊളാജൻ്റെ അമിത പ്രൊഡക്ഷൻ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ആണ് പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രധാന ചികിത്സകളായി വരുന്ന പഞ്ചകർമ്മ ചികിത്സകൾ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ചികിത്സാ രീതികളും ആയുർവേദത്തിലുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഇത്തരം രോഗങ്ങളുടെ ആദ്യഘട്ടങ്ങൾ ഫലപ്രദമായി നമുക്ക് ഈ ഇത്തരം രോഗങ്ങളുടെ ഒരു പ്രോഗ്രഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.